തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം സ്വദേശി ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന പരാതിയിൽ വിശദീകരണത്തിന് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ 10:30 ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. PR പ്രവീണ വിവരങ്ങളുമായി ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രവീണ, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. മാത്രമല്ല, തെളിവായിട്ട് ഈ മരണപ്പെട്ടയാളിൻ്റെ ഈ ശബ്ദ സന്ദേശം പോലും ലഭ്യമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഡോക്ടർമാർ വിശദീകരിച്ചേ മതിയാവുകയുള്ളൂ. എങ്ങനെയാണ് വിവരങ്ങൾ? സാധാരണഗതിയിൽ ആശുപത്രിയുടെ വിവരങ്ങൾ സൂപ്രണ്ടാണ് വിശദീകരിക്കുക. ഇന്നലെ സൂപ്രണ്ട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആ വിഭാഗം ഡോക്ടർമാർ, അതായത് ആ വ്യക്തി ചികിത്സ തേടിയത് കാർഡിയോളജി വിഭാഗത്തിലാണ്. അപ്പോൾ കാർഡിയോളജി വിഭാഗത്തിലെ മേധാവി അടക്കമുള്ളവർ തന്നെ ഇന്ന് മാധ്യമങ്ങളെ കാണുകയാണ്. അത് പതിവുള്ളതല്ല, കാരണം മാധ്യമങ്ങൾ ഒന്നടങ്കം രംഗത്തെത്തുന്നു. മാത്രമല്ല, സാധാരണഗതിയിൽ തെളിവില്ല, അല്ലെങ്കിൽ ഇത് വെറും ഒരു ആരോപണമാണ് എന്നൊക്കെ പറയുന്നിടത്തു നിന്നും മരണപ്പെട്ട ആളുടെ മരണമൊഴി പോലെ തന്നെ അദ്ദേഹത്തിന്റെ മരിക്കുന്നതിന് മുൻപുള്ള ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വിശദീകരിക്കേണ്ട നിലപാടിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ അത്യാവശ്യത്തിലേക്ക് ആശുപത്രി മൊത്തത്തിലെത്തി, സർക്കാർ മൊത്തത്തിലെത്തി. ഇതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ കാർഡിയോളജി വിഭാഗം മേധാവി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുന്നത്. കാർഡിയോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രോഗിക്ക് അടിയന്തര ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നത് വിശദീകരിക്കുക കൂടിയാണ്. സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ച് വിശദീകരിക്കുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ തീരുമെന്നാണ് ധാരണ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ ഇന്ന് അല്പസമയത്തിനകം 10:30 മാധ്യമങ്ങളെ കാണുകയാണ്. PR പ്രവീണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.